ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇറ്റലി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും മറ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണെങ്കിലും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാ മതവിഭാഗത്തെയും ഒരു കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്നവരാണ്. അവർക്ക് ഏതെങ്കിലും പ്രത്യേക ഒരു മതത്തോടൊരു താല്പര്യമോ അങ്ങനെയൊന്നുമില്ല. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മതം വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അത് ഞങ്ങളെ ബാധിക്കാതിരുന്നാൽ മതി. അതല്ലേ നമ്മളും പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം എത്രമാത്രം മഹത്വമുള്ളതാണോ, നിങ്ങൾക്ക് താല്പര്യമുള്ളതാണോ, ആ രൂപത്തിൽ നിങ്ങൾ ഫോളോ ചെയ്തോ. അത് താല്പര്യമില്ലാത്ത ആളുകൾക്ക് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ബോധ്യങ്ങളും തുറന്നു പറയാൻ ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിനു മേലെ നിങ്ങൾ കടന്നു കയറരുത്. വിവരദോഷികൾക്ക് കടന്നു കയറുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണത്. ഇപ്പോൾ ഞാനൊരു വിഷയം പറയുന്നു, മതമാണ്, ഖുർആനാണ്, ഇസ്ലാമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും മറുപടി പറയാമല്ലോ. ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും ഇവരൊക്കെ അഭയാർത്ഥികളായി വന്ന മുസ്ലിങ്ങളെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചവരാണ്. അഭയാർത്ഥികളായിട്ട് ആരാ വന്നത്? മുസ്ലിങ്ങൾ തന്നെ. എവിടെ നിന്നാണ് വന്നത്? ഇസ്ലാമിക രാജ്യത്തിൽ നിന്ന് തന്നെ വന്നതാണ്. എന്തുകൊണ്ടാണ് വന്നത്? ഇസ്ലാമിക നിയമം അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇസ്ലാമിക നിയമത്തിൻ്റെ കാഠിന്യം അവരുടെ ജനാധിപത്യ അവകാശ മനുഷ്യാവകാശങ്ങൾ വരിഞ്ഞു മുറുക്കിയതുകൊണ്ട്, അതിൽ നിന്നും രക്ഷ നേടണം എന്ന് അവർക്ക് തോന്നിയത് അവർക്ക് വ്യക്തിത്വ വികാസമുള്ളത് കൊണ്ടാണ്. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടേ മതിയാകുമായിരുന്നുള്ളൂ. അത്തരം രാജ്യങ്ങളിലൊക്കെ കയറി ചെന്ന് അവിടെയൊക്കെ ഇവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടാലേ കൈയില്ലാത്തവൻ കൈ വച്ച് കെട്ടിയട്ടിക്കും. ജർമ്മനിയിലൊക്കെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ട് പബ്ലിക് റോഡിൽ മുണ്ട് വിരിച്ചിട്ട് നമസ്കരിക്കാം, മുസല്ല ഇട്ട് നമസ്കരിക്കാം. മണിക്കൂറുകളോളം വണ്ടികൾ ഇങ്ങനെ ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുക. അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഫ്രാൻസിൽ ഇവർക്ക് അഭയം നൽകിയ ഒരു വിഭാഗം ആളുകൾ നോക്കിയപ്പോൾ ഇവരോട് തൽക്കാലം ചർച്ചിൽ താമസിക്കാൻ പറഞ്ഞു. പിന്നീട് ടെൻറ്റ് സൗകര്യങ്ങളൊക്കെ പറ്റില്ല. എന്താ കാരണം? യേശുവിൻ്റെ ഒരു ചിത്രം നിങ്ങളവിടെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തിനു വന്നതാ? അഭയത്തിന് വേണ്ടി. അഭയം ചോദിച്ചു വന്നവരാണ്. ഇസ്ലാമിക രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങളുടെ നിയമം സഹിക്കാൻ വയ്യാതെ വന്നതാണ്. പക്ഷെ ഇതിൻ്റെ വ്യത്യാസം വന്നപ്പോൾ അവരുടെ തലച്ചോറിൽ അവരുടെ മതവും കൂടി ഉണ്ടായിരുന്നു. അവരെ അവരുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയ മതവുമായിട്ടാണ് അവരിങ്ങോട്ടേക്ക് ചേക്കേറിയത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനിയും ഈ രാജ്യത്തും അവരെന്തിനു വേണ്ടിയാ ശ്രമിക്കുന്നത്? അവരെ പുറത്താക്കിയ മതം വളർത്തിയെടുക്കാൻ, വികസിപ്പിച്ചെടുക്കാൻ. ഇവരെ പുറത്താക്കിയ ആ മത നേതാക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഖുർആൻ ക്ലാസ് എടുക്കണം, ഇസ്ലാം മതം പ്രചരിപ്പിക്കണം. ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്ത് ചെയ്യണം? ഇവർക്ക് പള്ളികൾ വേണം, മദ്രസകൾ വേണം, യൂണിവേഴ്സിറ്റികൾ വേണം, ജമാഅത്തായിട്ട് നമസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ വേണം, സൗകര്യങ്ങൾ വേണം. അങ്ങനെ ക്രമേണ ഈ രാജ്യത്തെ കൂടി മതവൽക്കരിക്കാനുള്ള ഭാഗമായിട്ട് അവർ മാറും. ഏറ്റവും കൂടുതൽ ക്രൈസ്തവനുള്ള, പക്ഷെ അവർ നിരീശ്വരവാദികൾ. ഏറ്റവും കൂടുതൽ, അതായത് സാക്ഷാൽ ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ഹോമോസെക്ഷൽ സിനിമകൾ വന്നിട്ടുണ്ട്. എത്രയോ സിനിമകൾ, എത്രയോ കാർട്ടൂണുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ കാരണം അവർ പറയുന്ന ഒരു വല്ലാത്ത ലിബറൽ ഗ്രൂപ്പാണ്. ഇതിനെപ്പറ്റി മതങ്ങളെ പറ്റി ചിന്തിക്കുന്ന സംഭവമല്ല. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അതാണ് ഫ്രഞ്ച് കൾച്ചർ എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഫ്രഞ്ച് കൾച്ചർ ഫ്രാൻസിൽ മാത്രമേ. അപ്പൊ അവരുടെ കൾച്ചറാണ്, അവരുടെ ആർട്ടും അവരുടെ സിനിമയും അവരുടെ തോട്ട് പ്രോസസ്സും എല്ലാം മതങ്ങൾക്കുള്ളിൽ നിൽക്കുന്നതല്ല. കാരണം മതവിശ്വാസമല്ല. അപ്പൊ അതിനോട് ഈ പറയുന്ന കാർട്ടൂൺ വരിക പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ. അതായത് ഈ കാർട്ടൂൺ ഒരു ക്ലാസ്, ഒരു സ്കൂളിന് ഈ ചെച്ചനും പറഞ്ഞു, അതായത് റഷ്യയിൽ അവർ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവരുടെ മുസ്ലിം അഭയാർത്ഥിയായിട്ട് വന്നു ഒരു അധ്യാപകന്റെ തല കഴിച്ചു വിട്ട് വലിയ ഇഷ്യൂവായി. അത് കഴിഞ്ഞ് ആൾക്കൂട്ടത്തിനിടയ്ക്കോട്ടോ ലോറി ഇടിച്ച് കയറുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാൻ അവരെ കൊല്ലുന്നു. ഇതെല്ലാം കണ്ട് ബേസിക്കലി ഫ്രഞ്ച് സംഭവം ജനത വല്ലാതെ ഇതായി. അതായത് ഏറ്റവും ആധുനികമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഗോത്രീയ ഈ സംഭവവാസങ്ങൾ കൊണ്ടുവരികയും അവരെ അലസപ്പെടുത്തുകയും. അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം ജാക്ക് ഷിറാഫ്, ഫ്രഞ്ച് പ്രസിഡന്റായ സമയത്താണ് ഈ പറയുന്ന അമേരിക്കൻ 9/11 ഉണ്ടാക്കി ലോക രാജ്യങ്ങളെല്ലാം മുസ്ലിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ സമയത്ത് ഇവര് പലയിടത്തും ഇറാഖിലും പല രാജ്യങ്ങളിൽ നിന്നും, ഈ പറയുന്ന റഷ്യയിലാണെങ്കിലും ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളാണെങ്കിലും മുസ്ലിം മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളൊന്നും ഇവരെ കയറ്റായിട്ടില്ല. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവർക്ക് അത് വരണ്ട, ഞങ്ങൾ കരുതില്ല. പക്ഷെ ഫ്രാൻസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഫ്രാൻസ് പറയും, ഞങ്ങളിപ്പോ ഈ രാജ്യത്തിന്റെ ഒരു വെർച്യു എന്ന് പറയുന്നത് മറ്റുള്ള ഒരാൾ അഭയാർത്ഥിയായിട്ട് വരുന്ന അവരെ സംരക്ഷിക്കുക, സ്വീകരിക്കുക. അത് ഞങ്ങൾ ഈ രാജ്യം ഇന്ന് വരെ പോയൊരു മാർഗമാണ്. അതുകൊണ്ടാണ്
ഈ ഫ്രാൻസിലോട്ട് ഇത്രയും ശതമാനം മുസ്ലിങ്ങൾ അവിടെ വരുന്നത്. കാരണം ഇവരെല്ലാം അഭയാർത്ഥിയായിട്ടാണ് വരുന്നത്. അപ്പൊ അവരെ പിന്നീടാണ് ഈ ഫ്രാൻസിലുണ്ടാകുന്ന ഇഷ്യൂസ് ഓരോന്നായിട്ട് മാറുന്നത്. അതിനുശേഷം ഈ പറയുന്ന ആദ്യം ഇവർക്ക് ജന്മം നൽകിയ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് ജീവൻ ഒന്ന് രക്ഷപ്പെടുത്തിയാ മതി. ആ ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് മതമാണ്. മാക്രോൺ തന്നെയാണ് മദ്രസകൾ അടച്ചത്. കാരണം അതേപോലെ തന്നെ മുസ്ലിം, കാരണം ഇമ്മാനുവൽ മാക്രോൺ മദ്രസകൾക്ക് മുഴുവനും പൂട്ടിട്ടു, സകലമാന മസ്ജിദുകളിലും പൂട്ടിട്ടു. ബാങ്കിന്റെ ശബ്ദം ഇനിയും ഫ്രാൻസിൽ ഉയരരുത് എന്ന് പറഞ്ഞു. കാരണം അഭയം നൽകിയതിന്റെ പേരിൽ ഇവർക്ക് നിൽക്കപ്പുറതയില്ലാതായി, ഇവർക്ക് കിടക്കപ്പുറതയില്ലാതെയായി. ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ മാഗസിനകത്ത് മുഹമ്മദ് നബിയുടെ ഒരു ചിത്രം വന്നതിന്റെ പേരിൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ തന്റെ കുട്ടികളോട് വിശദീകരിച്ചതിന്റെ പേരിൽ 18 വയസ്സുകാരൻ ചെയ്തത് അദ്ദേഹത്തിന്റെ തലയെടുക്കലായിരുന്നു. ഇറ്റിറ്റ് വീഴുന്ന ചോരത്തുള്ളികളുമായിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. ഒരു 18 വയസ്സുകാരൻ. എത്ര വയസ്സ് മുതൽ തുടങ്ങുന്നതാണ് ഈ പഠനം? കൂസലില്ലായ്മ. പറയുന്ന അറേബ്യൻ രാജ്യത്ത് നിന്ന് വന്ന് അവരെ തിരികെ കയറ്റി അയക്കുന്നു. മോസ്കുകൾ അടപ്പിച്ചു. അതേപോലെ തന്നെ വീടുകളിൽ പഠിപ്പിക്കുന്ന സാധനം അത് ബാൻ ചെയ്തു. വീടുകളിലും മതം പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം റാഡിക്കൽ ഇസ്ലാം സംഭവം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ മാക്രോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ മുസ്ലിങ്ങളോട് വോട്ട് ചെയ്യാൻ. കാരണം അപ്പുറത്ത് നിൽക്കുന്ന അതിനേക്കാൾ സംഭവം. അതായത് ഇനിയും ഇമ്മാനുവൽ മാക്രോണിന് ഫ്രാൻസിൽ ജയിച്ചു പോകണമെങ്കിൽ ഫ്രാൻസ് പൗരത്വം നൽകിയ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണം. ഏത് രൂപത്തിൽ ഒരു മാറ്റിയെടുത്തെന്ന് കണ്ടോ? എനിക്ക് മാക്രോണിന്റെ പ്രതീക്ഷ ഈ പറയുന്ന 8% മുസ്ലിം വോട്ടുകളിൽ വിജയിക്കാനുള്ള ധാരണയാണ്. പക്ഷെ ഇവിടെ ഇക്വേഷൻ പോലെയാണ്. അതോടുകൂടി വന്നാൽ സെൻട്രൽ ലിബറൽ ഗ്രൂപ്പുകൾ എന്നെ പിന്തുണയ്ക്കും, അതോട് ഞാൻ ജയിക്കും. പക്ഷെ അവിടെ ഉണ്ടായ സംഭവിച്ച ഈ പറയുന്ന ഈ മുസ്ലിം ഇസ്ലാമിക് തീവ്രവാദത്തോടു കൂടി അവിടെ ഒന്നുമല്ലാതായി പോയില്ല. എന്തുകൊണ്ടാണ് അവിടുത്തെ ഫ്രഞ്ച് ലെഫ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വലിയ ഗ്രൂപ്പായിരുന്നു. കാരണം അവർ ലോകം മുഴുവൻ ഒപ്പീനിയൻ മേക്കേഴ്സ് ഒക്കെ ആയിരുന്നു. എന്തുകൊണ്ടാണ് അവിടുത്തെ ലെഫ്റ്റ് ഗ്രൂപ്പ് ഇല്ലാതായത്? അപ്പോഴാണ് നമ്മുടെ നേതാക്കന്മാർ ഈ മതത്തിന്റെ അവർ പഠിക്കാനും എഡ്യൂക്കേറ്റഡ് ആണ്, വെല്ലോണാണ്, വല്ലാത്ത വികസിത രാജ്യമാണ്. ലെഫ്റ്റ് ഗ്രൂപ്പ് ലെഫ്റ്റ് സംഭവമില്ല. അപ്പൊ അവിടെ കയറി വരുന്നതാണ് സെൻട്രിസ്റ്റ് ലിബറൽ. അതാണ് മാക്രോൺ. ഇപ്പൊ തിരിച്ചു വന്നേക്കുന്ന അതിഭയങ്കരമായ കാരണം അവരുടെ പ്രസംഗങ്ങളൊക്കെ അവിടെ കൂടുതലുള്ള മറ്റുള്ള റാലികൾ ചില ആൾക്കാർ പ്രസംഗിക്കാൻ ഈ പറയുന്ന ഫ്രഞ്ച് 24 കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. അതിന്റെ ട്രാൻസ്ലേഷൻ നോക്കി കഴിഞ്ഞപ്പോൾ അവർ ഫ്രഞ്ച് എയർക്രാഫ്റ്റിൽ പോലും നിലകളെ കേട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ആ രീതിയില് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. പണ്ട് കാലത്ത് ഈ അൾജീരിയ, കാരണം അൾജീരിയ ഒരു കോളനിയായിരുന്നു, അതേപോലെ മറ്റു ഭാഗത്തു നിന്ന് ഫ്രാൻസിൽ വന്ന് മുസ്ലിംസ് ഉണ്ട്. ഇവർ വളരെ മോഡറേറ്റ് ചിന്താഗതിക്കാർ. അവർക്ക് ഈ പറയുന്ന ഈ ഹാർഡ് കോർ റാഡിക്കൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ ആ രീതി ജീവിച്ചു വളർന്നവരാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി. അവര് പറയുന്ന ഹിജാബ് ബാൻ ചെയ്യാൻ ഈ പറയുന്ന അവരും ഈ പറയുന്ന വലിയ വീട്ടിന്റെ കൂടെ നിൽക്കുക. അപ്പം അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു സൊസൈറ്റിയാണ്, അത് ഞങ്ങൾക്ക് പബ്ലിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ആ സൊസൈറ്റി ആയിട്ട് ഫ്രാൻസ് മുമ്പോട്ട് പോകുവാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, ഫ്രാൻസിൽ വന്ന ഈ നിരോധനത്തിന് ശേഷമാണ് നിക്കാഹ്. ഇത് പബ്ലിക് പ്ലേസിൽ പറ്റില്ല. ഈ പറയുന്ന യൂറോപ്പിൽ എല്ലാ രാജ്യത്തും വന്നിരിക്കുന്നത് ബെൽജിയം, മറ്റുള്ള രാജ്യം 6 ബ്ലാങ്കറ്റ് ബാൻ ആവുന്നതേക്കുന്നത്. കാരണം അവിടെ റഫറൻഡം നടത്തി, എന്നിട്ടാണ് ബാൻ അടിച്ച് കൈ കൊടുത്തത്. ഇവിടെ പറ്റത്തില്ല. ഇവരൊക്കെ ഒത്തിരി അവസരങ്ങൾ ഇല്ലാതൊക്കെ ബേസിക്കലി ഉണ്ടാകുമ്പോൾ നമ്മളിത് ഇന്ത്യയുമായിട്ട് ചേർത്ത് വായിക്കുന്ന ഇഷ്യൂ ആണ് ഈ നടക്കുന്ന ഫ്രാൻസിലെ ഈ പറയുന്ന യൂറോപ്പിൽ. ഇവിടെ ഈ പറയുന്ന ഹലാലും ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ പോലെ ആയി. അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഇലക്ഷൻ ആൻഡ് ഇഷ്യൂ ഹിജാബ് ഹലാല് വേറെ ഇഷ്യൂ ഇല്ല. അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഇലക്ഷൻ ഇതൊരു ഇഷ്യൂ ആണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഈ സ്വീഡനിൽ ഒരു ഇഷ്യൂ ആണ്. ഇതുമായി സ്വീഡനിൽ നടക്കുന്ന ഇപ്പോഴത്തെ കലാപം കൂടെ എടുത്തന്നെ വായിക്കാം. നേരത്തെ സ്വീഡനില് ഒരു സ്വീഡനില് എത്രയോ സമാധാനത്തോടുകൂടി അവരുടെ സ്വീഡിഷ് ജനത ജീവിച്ചിരുന്നതാണ്. അവിടേക്കാണ് ഇവർ കയറി ചെല്ലുന്നത്. അതോടുകൂടി പിന്നീട് ഈ കലാപകാരികൾ സ്വീഡൻ ജനതയുടെ സമാധാനം മുഴുവനും കവർന്നെടുത്തു. അത് മനസ്സിലാക്കിയ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ പൊതുനിരത്തിൽ ഖുർആൻ കത്തിക്കുന്ന ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോയി. ഇന്ന് ആ സ്വീഡനിൽ സംഭവിച്ചതെന്തോ അതിൻ്റെ പാരലായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ സ്വതന്ത്ര ഭാരതത്തിലും സംഭവിച്ചിരിക്കുന്നത്.
ഖുർആൻ നിരത്തിൽ കത്തിച്ചില്ല, വിചാരണ ചെയ്തില്ല എന്നത് മാത്രമേ എതിർപ്പുള്ളൂ. വലിയ പ്രശ്നമായി. അവിടുത്തെ ഫ്രഞ്ച് പോലീസും പട്ടാളക്കാരെ അടിച്ചു കൊടുക്കുന്നത് നേരെ തിരിഞ്ഞു. അവിടെ ഇലക്ഷൻ വരാൻ പോകും. ഇവിടെ സ്വീഡൻ. അവിടുത്തെ റൈറ്റ് വിംഗ് നേതാവ് ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഈ റംസാൻ മാസത്തില് അയാൾ ഈ ബൈബിളും കൊണ്ട് കുറച്ച് പുതിയ അത് പൊളിറ്റിക്കൽ ആയിട്ട് ഏറ്റെടുത്തു. ഹാർഡ്കോറാണ്, അയാൾ റൈറ്റ് വിംഗ് ആണ്. ഈ പറയുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന ഭാഗത്തോടുമ്പോ ഈ പറയുന്ന ഖുർആൻ കത്തിച്ചോണ്ടാണ് പോകുന്നത്. ആ പറയുന്ന കൂട്ടരും, അതായത് ഈ പറയുന്ന റൈറ്റ് വിംഗ് കൂട്ടരും പോലീസുകാരുടെ മുസ്ലിംസ് അകത്തോട്ടുകൂടി നേരെ തിരിച്ചു. അതാണ് ഉണ്ടായത്. ഇതാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഇഷ്യൂ. അതായത് ഇതൊരു രാഷ്ട്രീയമാണ്. ആദ്യം ഖുർആൻ കത്തിക്കുന്ന ആളുകൾ പോലും എലക്ഷൻ അടുക്കുമ്പോഴേക്ക് ആ ഖുർആനിനെ കൂട്ടിപ്പിടിച്ച് നെഞ്ചോടടുക്കി പിടിച്ച് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്തേക്ക് കയറി ചെല്ലേണ്ടുന്ന ഒരവസ്ഥ. കാരണം ഇവർ ബയോളജിക്കലി വളർന്നു, ഇവർ ബ്രെയിൻ വാഷ് ചെയ്ത് വളർത്തിയിട്ടുണ്ട്, ലവ് ജിഹാദിലൂടെ വളർത്തിയിട്ടുണ്ട്, നാർക്കോട്ടിക് ജിഹാദിലൂടെ വളർത്തിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഒക്കെ ഇവരുടെ മതത്തെ വളർത്തിയെടുത്തിട്ടുണ്ട്. കാലുകുത്തിയിടമെല്ലാം സ്വന്തമാക്കുക എന്ന അജണ്ട വെറുതെ ഉണ്ടാകുന്നതല്ല. നന്ദി.